ബിഗ് ബോസ് സീസൺ 7 വോട്ടിംഗ് രാവിലെ ആയപ്പോഴത്തേക്കും തകിടം മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. എന്തും സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് വോട്ടിങ്ങിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാനും മറക്കരുത്. ഒന്നാം സ്ഥാനത്ത് നിലവിൽ അനുമോളാണ്. അനുമോൾ 17,632 വോട്ടുകളാണ് അനുമോൾ ഇതുവരെ നേടിയിരിക്കുന്നത്. എന്നാൽ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് അനീഷാണ്. അനീഷിൻ്റെ ഒരു കുതിപ്പ് കാണുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അനീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 17,298 വോട്ടുകളാണ് അനീഷ് ഇതുവരെ നേടിയിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് ആദിലയാണ്. 15,846 വോട്ടുകൾ നേടിയിരിക്കുന്നു. നാലാം സ്ഥാനത്ത് അക്ബറാണ് നിൽക്കുന്നത്, 15,362 വോട്ടുകൾ. അഞ്ചാം സ്ഥാനത്ത് ആര്യനാണ് നിലവിൽ നിൽക്കുന്നത്, 14,789 വോട്ടുകൾ നേടിയിരിക്കുന്നു. ആറാം സ്ഥാനത്ത് ഇപ്പോൾ ബിന്നി നിൽക്കുന്നു, 13,946 വോട്ടുകൾ. ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ റണ ഫാത്തിമയാണ് നിൽക്കുന്നത്, 13,148 വോട്ടുകൾ. ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടിരിക്കുന്നു നെവിൻ, 12,656 വോട്ടുകൾ. ഒൻപതാം സ്ഥാനത്ത് ഇപ്പോൾ ലക്ഷ്മിയാണ് നിൽക്കുന്നത്, 12,138 വോട്ടുകൾ. പത്താം സ്ഥാനത്ത് ഇപ്പോൾ അഭിലാഷാണ് നിൽക്കുന്നത്, 11,567 വോട്ടുകൾ. 11ാം സ്ഥാനത്ത് ഇപ്പോൾ മസ്താനി പിന്തള്ളപ്പെട്ടിരിക്കുന്നു, 10,789 വോട്ടുകൾ. ഇനിയുള്ള 2 സ്ഥാനങ്ങൾ തന്നെയാണ് ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത്. 12ാം സ്ഥാനം പ്രവീണാണ് നിൽക്കുന്നത്, 9,469 വോട്ടുകൾ നേടിയിരിക്കുന്നു. 13ാം സ്ഥാനത്ത് ഇപ്പോൾ സാബു മാനാണ് നിൽക്കുന്നത്, 9,146 വോട്ടുകൾ. ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും സ്ഥാനങ്ങൾ മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വോട്ടിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും പലരും തമ്മിൽ ചെറിയ ഡിഫറൻസ് ആണ് കാണുന്നത്. തീർച്ചയായിട്ടും കാത്തിരിക്കണം എന്ത് തരം ട്വിസ്റ്റുകളാണ് വരും മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ വോട്ടിംഗ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.